Hello, welcome to the second part of film theory. In the first part, we have already seen four of them, and this second part, we are going to see the rest of the film theories. And the first one is suture theory. Let's see what is suture theory. The techniques used by film to make us forget the camera that is really doing the looking. അപ്പോൾ ഈ സ്യൂച്ചർ തിയറിയുടെ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? സോ വാട്ട് ഈസ് ദ മീനിങ്? അപ്പോൾ ഈ സ്യൂച്ചർ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്കാണ്. അപ്പോൾ ഈ ടെക്നിക്കിൻ്റെ യൂസ് കൊണ്ട് നമുക്ക് ക്യാമറയിൽ കൂടിയാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ള ആ വസ്തുത നമ്മൾ മറന്നു പോകുന്നു. Laura Mulvey argues that there are in fact three looks implied by film. അത് മൂന്ന് തരം നോട്ടമുണ്ട്. According to Laura Mulvey, the feminist who we will see later. The first look is the look of the camera itself. ആദ്യമായി കാണുന്ന ലുക്ക് എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ നോട്ടം. Second one is the look of the audience watching the film. അതായത് ഈ പടം കാണുന്ന ഓഡിയൻസിൻ്റെ നോട്ടം. പിന്നെ മൂന്നാമതായിട്ട് വരുന്നതാണ് ദ ലുക്ക് ഓഫ് ദ ക്യാരക്ടേഴ്സ് ഓൺ സ്ക്രീൻ. പടത്തിൽ അഭിനയിക്കുന്നവരുടെ കഥാപാത്രങ്ങളുടെ നോട്ടം. ഇതാണ് മൂന്ന് നോട്ടങ്ങൾ. Now we will see more about suture theory. Suture refers to the process by which we are stitched into the story world or fabric of a film, the process by which we are drawn into the film, taking up position as subjects within the film, such that we experience the film world as an enclosed world unto itself, and such that we make sense of and respond to what the film represents as we are encouraged to do so by the film itself, that is, along or according to the film's own terms. ഇതാണ് ശരിക്കും സ്യൂച്ചർ തിയറി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളെയും ഈ പടത്തെയും തമ്മിൽ തുന്നിച്ചേർക്കുന്ന ഒരു പ്രക്രിയ. അപ്പോൾ ഈ പടം കാണാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആ ഫിലിമിലേക്ക് ലയിച്ച് ഒന്നായിത്തീരുകയാണ്. ഫാബ്രിക്, ഒരു തുണി എങ്ങനെയാണ് മറ്റൊരു തുണിയുമായിട്ട് തുന്നിച്ചേർക്കുന്നത്, അതുപോലെ ഒരു സ്റ്റിച്ചിങ് ആണ്. സ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഡോക്ടർമാർ നമുക്കൊരു മുറിവുണ്ടാകുമ്പോൾ അത് തുന്നി കെട്ടുന്നതിനാണ് സൂച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലൊരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ പ്രേക്ഷകർ അല്ലെങ്കിൽ കാണികൾ ഈ ഫിലിമായിട്ട് ഒരു തുന്നിച്ചേരൽ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കഥയുമായിട്ട് ഇഴുകിച്ചേരുക, അതാണ് അതിൻ്റെ അർത്ഥം. സോ വി ബിക്കം സബ്ജക്ട്സ് വിതിൻ ദ ഫിലിം. ഒരുപക്ഷെ നമുക്ക് അതിലൊരു കഥാപാത്രമായി നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ സാധിക്കുന്നുണ്ട്. സോ വി ബിക്കം വി ടേക്ക് പൊസിഷൻസ്. സാധാരണ നമ്മൾ ഒരു ഹീറോയുടെ ആ ഭാഗമാണ് നമ്മൾ പിടിക്കാറുള്ളത്. ദാറ്റ് മീൻസ് വാട്ട് എവർ ഹാപ്പൻസ് ടു ദ ഹീറോ we feel it happens to us. So there is taking a position. So it need not happen all the time. ഒരു പക്ഷേ നമ്മൾ ആ ഫിലിം പ്രതിനിധാനം ചെയ്യുന്ന ആ ഐഡിയ, ആശയം, അതിനായിരിക്കാം നമ്മൾ ഒരു പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നത്. In beginning to grasp what suture means as a critical term for making sense of film, it is important beyond this to recognize that a film may successfully suture us without ever suturing us into a position of identification with any character. Although this is probably the most common way in which we are sutured into a film, character identification is in fact only one way in which suturing works. സാധാരണ സ്യൂച്ചറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കഥയുമായിട്ട് ഒന്നായിച്ചേരുക, അല്ലെങ്കിൽ ഒരു കഥാപാത്രവുമായി ഒന്നിച്ചേരുക എന്നുള്ളതാണ്. അത് എപ്പോഴും സംഭവിക്കണമെന്നില്ല. ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ ഓൾ ദ ടൈം. That is only one way of this suture working. Often, however, we would not suture with a character, but rather with a position as the seeming observer or other fellow participant in the story action. ഒരുപക്ഷെ ഹീറോ ആയിട്ടായിരിക്കും നമ്മൾ താതാത്മ്യം പ്രാപിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഒബ്സർവൻ്റ് റോളായിരിക്കാം, ഒരു കാഴ്ചക്കാരനായിട്ട്, അല്ലെങ്കിൽ ഒരു ഫെലോ പാർട്ടിസിപ്പൻ്റ് എന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ കഥയുമായിട്ട് ഇഴുകി ചേരുന്നത്. Actually, at all times we are always really identifying with the film apparatus, with the camera eye,
and more precisely with what it shows to us from the vantage point it shows this to us. Yet successful suturing tends to render us unconscious of the fact that we are looking with and through the camera, as well as according to how the film has been pieced or stitched together from various selected takes. So all the time we are actually identifying with the film apparatus, that is a camera. കാരണം ക്യാമറയുടെ കണ്ണിൽ കൂടിയാണ് നമ്മൾ കാണുന്നത്. സോ നാച്ചുറലി വി ആർ ബിക്കമിങ് പാർട്ട് ഓഫ് ദാറ്റ് ക്യാമറ, അല്ലെങ്കിൽ നമ്മൾ ക്യാമറയുടെ പിറകിൽ നിന്ന് നോക്കുന്ന ഒരു അനുഭവമാണ്. ദാറ്റ് ഹാപ്പൻസ് നാച്ചുറലി. ബട്ട് ഇറ്റ് ഈസ് നോട്ട് കോൺഷ്യസ്, വി ആർ നോട്ട് അവെയർ ഓഫ് ദാറ്റ്. നമ്മൾ ബോധവാന്മാരല്ല ഇങ്ങനൊരു സംഭവം, അത് നമ്മൾ ക്യാമറയിൽ കൂടിയാണ് നോക്കുന്നത് എന്നുള്ള വസ്തുതയെ പലപ്പോഴും നമ്മൾ മറക്കുന്നുണ്ട്. അത് നമ്മുടെ മനസ്സിലേക്ക് വരാതെയാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫിലിമിൻ്റെ ടെക്നിക്ക്, എഡിറ്റിംഗ്, അതുതന്നെ ഫിലിം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ടേക്കല്ല, പല പീസസ് ആയിട്ടാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്. പിന്നീടത് എല്ലാം കൂടെ പുട്ടിങ് ഓൾ ദീസ് പീസസ് ടുഗെദർ, തയ്ച്ച് ഒരുമിച്ച് ചേർക്കുന്ന പോലെ ഒരു തുന്നൽ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മളെ സംബന്ധിച്ചോളം അത് ഒരു റിയാലിറ്റി അല്ല, നമ്മൾ അത് അവെയറല്ല. സോ ദർ ഈസ് ഓൾമോസ്റ്റ് എ കൈൻഡ് ഓഫ് ഇൻവിസിബിൾ factor that remains behind the film. Sutures in medical terms stitch over wounds. According to psychoanalytic theory, psychic wounding inevitably occurs for all of us as a necessary condition of our entering into society, that is, into relations with other people, and in particular from accepting the necessity of reliance upon social codes, social symbols, and other social forms of mediation to work with others to satisfy our individual needs and our individual desires. അപ്പോൾ ഈ സൂച്ചർ എന്ന് പറഞ്ഞാൽ വേറൊരു തലമുണ്ട്, തുന്നിച്ചേർക്കൽ. അതായത് മെഡിക്കൽ ടേംസിൽ നമുക്കറിയാം സ്റ്റിച്ച് അല്ലെങ്കിൽ മുറിവുകൾ തുന്നിച്ചേർക്കുന്ന, അതാണ് അതിൻ്റെ മെഡിക്കൽ ടേംസിൽ അതിൻ്റെ അർത്ഥം. പക്ഷേ അതുപോലെ തന്നെ നമുക്കൊരു സൈക്കോളജിക്കലായിട്ട് നോക്കുമ്പോൾ നമുക്ക് പല മാനസികമായ മുറിവുകൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത് അനിവാര്യമാണ്. മറ്റുള്ളവരുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ എപ്പോഴും അതൊരു സ്മൂത്തായിട്ടൊരു റിലേഷൻഷിപ്പ് ആയിരിക്കണമെന്നില്ല. പലപ്പോഴും മറ്റുള്ളവരെ നമ്മളെ വേദനിപ്പിക്കാറുണ്ട്, അതുപോലെ നമ്മളും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി മാനസികമായ മുറിവുകൾ മുറിവുകൾ ഏൽപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് ഇതുപോലെ ഒരു സ്വിച്ചറിങ് നടക്കുന്നത് അനിവാര്യമാണ്. ഇറ്റ് ഈസ് ഇന്നെവിറ്റബിൾ. Suture in this sense refers to how the story world of a film stitches together an imaginary reality, and even more than this, one that possesses a semblance of coherence and wholeness, that while attending to it and seemingly participating within it, we do not reflect upon as something that has been fabricated, that has been constructed. അതായത് വേറൊരു തരത്തിൽ സ്വിച്ചറിങ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കഥ, ആ കഥ ഫിലിമിലേക്ക് തുന്നിച്ചേർക്കുകയാണ്. അതൊരു ഇമാജിനറി റിയാലിറ്റിയാണ്. അപ്പോൾ ഈ ഫിലിം എന്ന് പറയുന്നതിന് ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട്. അത് ശരിക്കും റിയലല്ല, റിയലാണെന്ന് നമുക്ക് തോന്നുന്നു എന്നേ ഉള്ളൂ. സോ ദേഴ്സ് എ കൈൻഡ് ഓഫ് സെംബ്ലൻസ്, ഒരു സിമിലാരിറ്റി. നമുക്ക് തോന്നുന്നു ഇതൊക്കെ ശരിക്കും എന്താ പറയുക, ലോജിക്കലായിട്ട് നടക്കുന്ന ഒരു സംഭവമാണെന്ന് നമുക്ക് തോന്നുന്നു. കാരണം അത് നമ്മൾ ആ ഫിലിമിൻ്റെ ഭാഗമായി മാറുമ്പോഴാണ് നമുക്കങ്ങനെ തോന്നുന്നത്. അപ്പോൾ ഇതൊരു ആർട്ടിഫിഷ്യലായിട്ട് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ഒരു ഫിലിം ആണെന്ന് നമുക്കൊരിക്കലും തോന്നാറില്ല. In short, when we are successfully sutured, we do not pay attention to the seams that mark the points at which distinct pieces of the fabric of the film's story world have been stitched together. അപ്പോൾ ഒരു സക്സസ്ഫുൾ ഫിലിം എന്ന് പറയുന്നത് നമ്മളത് കാണുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്തുള്ള ടെക്നിക്കാലിറ്റി, എഡിറ്റിങ്, ഇതൊന്നും നമുക്ക് അറിയില്ല. നമ്മൾ അറിയാതെ തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. Only once we subject the film to critical analysis do we consciously reflect upon the film's artificiality and its constructedness. നമ്മളതിനെ ഒരു വിമർശനപരമായിട്ട് നോക്കി കാണുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിലേക്ക് നമ്മൾ പോകാൻ സാധ്യതയുള്ളൂ. അല്ലാത്തത്രയും കാലം അതൊരു റിയാലിറ്റി ആയിട്ട് തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. Suture theory therefore focuses on how films works with our psyches to position us
so that we enter into the imaginary worlds conventional narrative fiction films create for us, such that we look and listen past or through the particular means, techniques, codes and conventions that create these worlds. അപ്പോൾ ഫ്യൂച്ചർ തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഫിലിമിനെ കാണുന്നത്, നമ്മുടെ മനസ്സ് ഈ ഫിലിമുമായിട്ട് എങ്ങനെ ഒന്നായിത്തീരുന്നു അല്ലെങ്കിൽ ഇഴുകിച്ചേരുന്നു. അപ്പോൾ അങ്ങനെ ഈ കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു ലോകത്തിലേക്ക്, ഈ കഥയുടെ ലോകത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ്, എഡിറ്റിങ് അല്ലെങ്കിൽ ഷൂട്ടിംഗ്, ലൈറ്റിംഗ്, അങ്ങനെയുള്ള ഒരു വസ്തുതകളും നമ്മുടെ മനസ്സിലേക്ക് ഒരിക്കലും വരുന്നില്ല. അതാണ് ഈ ഫ്യൂച്ചർ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കൾച്ചർ ഇൻഡസ്ട്രി. ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കൾച്ചർ ഇൻഡസ്ട്രി. So this culture industry is basically kind of Marxian point of view. According to Adorno and Horkheimer, culture industry is a main phenomenon of late capitalism, one which encompasses all products and form of light entertainment from Hollywood films to elevator music. അപ്പോൾ മാർക്സിസ്റ്റ് ബിലീവേഴ്സ് ഓർ ദോസ് ഹു ബിലീവ് ഇൻ സോഷ്യലിസം, അവർ ഒരു ഫിലിമിനെ കാണുന്നത് ഒരു പ്രോഡക്റ്റായിട്ടാണ്. അതായത് ക്യാപിറ്റലിസ്റ്റ് സെറ്റപ്പിൽ ഈ ഫിലിം ഒരു ആർട്ട് വർക്ക് മാത്രമല്ല, ഇതൊരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ആയി മാറുന്നു. ഇത് ഒരു എല്ലാ എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, പക്ഷേ ഈ എൻ്റർടൈൻമെൻറ്റ് അവരെങ്ങനെ വിറ്റ് കാശാക്കാം, ഒരു പ്രോഡക്റ്റായി മാറുന്നു. All these forms of popular culture are designed to satisfy the growing needs of mass capitalistic consumers for entertainment. അതായത് ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ വർക്കേഴ്സിനെ, സാധാരണ തൊഴിലാളികളെ എങ്ങനെ എൻ്റർടൈൻമെൻറ്റിലേക്ക് നയിക്കാം, അതിൽ കൂടി സമ്പത്തുണ്ടാക്കാം എന്നൊരു ഉപാധിയായി മാത്രമാണ് അവരിതിനെ കാണുന്നത്. Adorno specifically notes that the term culture industry was chosen over mass culture in order to make sure that it is not understood as something which spontaneously stems from the masses themselves. അപ്പോൾ എന്തുകൊണ്ടാണ് മാസ് കൾച്ചർ എന്ന് ഉപയോഗിക്കാതെ കൾച്ചർ ഇൻഡസ്ട്രി എന്ന് ഉപയോഗിച്ചത്? അതിൻ്റെ കാരണം മാസ് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് ജനങ്ങളുടെ ഒരു ആവശ്യമായി തോന്നാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല, ഇത് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് അവരതിനെ കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പേര് വിളിക്കാൻ കാരണം. Products of the culture economy take the appearance of artwork but are in fact dependent on industry and economy, meaning they are subjected to the interest of money and power. അപ്പോൾ ഈ film is a kind of artwork actually, but this artwork is turned into a commercial product for selling. So this film also works or is subjected to the laws of economics like money and power. All products of the culture industry are designed for profit. According to Adorno and Horkheimer, this means that every work of art is turned into a consumer product and is shaped by the logic of capitalist rationality, that is whatever sells best. അപ്പോൾ ഇവർ കാണുന്നത് ഇതിനെ ഒരു പ്യുവർലി എക്കണോമിക് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റായി മാറ്റി ഇതിനെ വിൽക്കുന്നു എന്നാണ്. അപ്പോൾ വാട്ട് സെൽസ് ബെസ്റ്റ് ഇസ് വാട്ട് വർക്ക്സ്. അതായത് ഒരു പ്രോഡക്റ്റ് കൂടുതൽ വിറ്റ് കൂടുതൽ ലാഭം ഉണ്ടാക്കുമ്പോൾ അത് നല്ലതായി മാറുന്നു. അങ്ങനെയാണ് ഫിലിംസ്. ഏറ്റവും കൂടുതൽ ഈ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉള്ള ഫിലിമിനെ നമ്മൾ നല്ല ഒരു ഫിലിമായിട്ട് കാണും. ആർട്ട് ഈസ് നോ ലോങ്ങർ ഓട്ടോണമസ് but is rather a commodified product of the economic relations of production. അപ്പോൾ ആർട്ടിനെ ഇന്ന് അല്ലെങ്കിൽ ഫിലിമിനെ ഒരു ആർട്ടായിട്ടല്ല ഇന്ന് കാണുന്നത്, വെറും ഒരു കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റായിട്ട് അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കാൻ ഉള്ള ഒരു മാധ്യമമായി അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റായി മാത്രമാണ് ഇന്നതിനെ കാണുന്നത്. The main argument of culture industry, enlightenment as mass deception, is that the commodification of culture is the commodification of human consciousness. അപ്പോൾ ഇന്ന് സംസ്കാരത്തെ മാത്രമല്ല, ഇവിടെ സംസ്കാരം കൾച്ചർ എന്ന് ഉദ്ദേശിക്കുന്ന നമ്മൾ ഫിലിം ഈസ് പാർട്ട് ഓഫ് കൾച്ചർ, ജസ്റ്റ് ലൈക്ക് മ്യൂസിക്, ആർട്ട്, ഫിലിം ഇതൊക്കെ
സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയിരുന്നു. അപ്പോൾ ഈ കൾച്ചറിനെ വരെ, സംസ്കാരത്തെ വരെ വിൽക്കുന്നു എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അഡോണോ ആൻഡ് ഹോർഖൈമർ assert that culture industry eradicates autonomous thinking and criticism, serving to preserve the reigning order. So it means that according to these two theories, Adorno and Horkheimer, they believe that it eradicates, it removes all independent thinking and criticism. അത് മനുഷ്യർക്ക് ഇന്ന് സ്വതന്ത്രമായി ചിന്തിക്കുവാനോ വിമർശിക്കുവാനോ ഉള്ള കഴിവ് ഇല്ലാതാക്കി മാറ്റിയിരിക്കുന്നു. സോ ദേ ആർ ഓൺലി എക്സ്പെക്റ്റഡ് ടു പ്രിസർവ് ദ റെയിനിങ് ഓർഡർ. അതായത് ഇപ്പം നിലവിലുള്ള ഭരണത്തെ മുന്നോട്ട് നീക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ജനങ്ങളെ കാണുന്നത്. It provides easy entertainment which distracts masses from the wrongs and sicknesses of the ruling order. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഈ ഫിലിം ഒരു എൻ്റർടൈൻമെൻറ്റ് ഉപാധിയാണ്. അതുപോലെ തന്നെ ഭരണാധികാരികളുടെ വീക്ക്നെസ് അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഡ്രോബാക്സിൽ നിന്നും ഇവരെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നതിന് ഒരു മീൻസ് ആയിട്ട് മാത്രമാണ് എൻ്റർടൈൻമെൻറ്റിനെ അവർ കാണുന്നത്. They argue that culture industry has taken over reality as the prism through which people experience reality, thus completely shaping and conditioning their experience of life. അപ്പോൾ കൾച്ചർ ഇൻഡസ്ട്രിയുടെ ഉദ്ദേശം എന്താണ്? ജനങ്ങൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ പാടില്ല. അവർ ഈ ഫിലിമിൽ കൂടി അല്ലെങ്കിൽ ആർട്ടിൽ കൂടി കാണിക്കുന്നത് മാത്രമാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത്. അപ്പോൾ അതൊരു ഏകദേശം ഒരു ബ്രെയിൻ വാഷിംഗ് പോലെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. In addition, culture industry serves to keep workers busy, as expressed by the famous quote from Dialectic of Enlightenment. അതായത് തൊഴിലാളികളെ ബിസി ആയിട്ട്, അത് അവർ അധികമൊന്നും ചിന്തിക്കാൻ പാടില്ല, ഈ പടങ്ങളൊക്കെ കണ്ടിങ്ങനെ രസിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അമ്യൂസ്മെൻറ്റ് ഹാസ് ബിക്കം ആൻ എക്സ്റ്റൻഷൻ ഓഫ് ലേബർ അണ്ടർ ലേറ്റ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ അമ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഒരു ലേബറിൻ്റെ ഭാഗമായിട്ട് അവർ കരുതുന്നു. Popular culture appears to be offering a refuge and distraction for work. അപ്പോൾ ഈ പോപ്പുലർ കൾച്ചർ ഓഫറിങ് റിഫ്യൂജ് ആൻഡ് ഡിസ്ട്രാക്ഷൻ ഫോർ വർക്ക്. അതായത് ജനങ്ങൾ ജോലി ചെയ്യാൻ വേണ്ടി ആണ് ഈ അമ്യൂസ്മെൻറ്റും അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റും അവർ കാണുന്നത്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് ഇതിനു വേണ്ടിയാണ്. But in fact it causes the worker to further dwell into a world of products and consumerism. അത് പിന്നീട് ഇവർക്ക് ഒരു അഡിക്ഷൻ പോലെയായി മാറും. അല്ലെങ്കിൽ പടം കാണാതെ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇതുണ്ടാകും. ദി ഓൺലി ഫ്രീഡം കൾച്ചർ ഇൻഡസ്ട്രി ഹാസ് ടു റിയലി ഓഫർ ഈസ് എ ഫ്രീഡം ഫ്രം തിങ്കിങ്. ആകെ ഒരു സ്വാതന്ത്ര്യം ഇവർക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സ്വയമേ ചിന്തിക്കാൻ ഉള്ള ആ ശക്തിയിൽ നിന്നുള്ള ഒരു മുക്തി എന്ന് പറഞ്ഞാൽ അവർക്കത് നഷ്ടമാകുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. Adorno and Horkheimer claim that culture industry positions the masses and objects of manipulation instead of just satisfying their wants and needs. അതായത് ജനങ്ങളെ ഇന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ഒരു ഉപാധിയായി ഇന്ന് കൾച്ചർ ഇൻഡസ്ട്രി മാറി. This turns people into passive and subordinated subjects, unable to fully take critical responsibility for their own action, a thing which is crucial for a functioning democracy. അതായത് ഒരു ഫങ്ഷനിങ് ഡെമോക്രസിക്ക് അവരുടെ ജനങ്ങൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കണം, ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കണം. അതൊന്നും ഇല്ലാതെയാണ് ഇവരെ ഏകദേശം ചിന്തിക്കാൻ കഴിവില്ലാത്ത വെറും സ്ലേവ്സ് ആക്കിയാണ് മാറ്റുന്നതെന്ന് ഇവർ പറയുന്നത്. People therefore gladly give in, help maintain the system by taking part in it. അപ്പോൾ ജനങ്ങൾ ഈ ഫിലിംസിനൊക്കെ അഡിക്റ്റായിട്ട് അവരുടെ ചിന്താശക്തിയൊക്കെ നഷ്ടപ്പെട്ട് നിലവിലുള്ള ആ ഭരണത്തെ സഹായിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. In culture industry, enlightenment as mass deception, Adorno and Horkheimer stress the fact that culture industry uses a production line mentality in producing cultural products. അതായത് അക്കോർഡിംഗ് ടു അഡോണോ ആൻഡ് ഹോർഖൈമർ, കൾച്ചർ ഇൻഡസ്ട്രി ഇത് ഒരു മാസ് പ്രൊഡക്ഷനാണ്. വലിയ വലിയ ഫാക്ടറികളിൽ പ്രോഡക്ട്സ് ഇങ്ങനെ വിൽക്കുന്നത് പോലെ തന്നെയാണ് ഫിലിംസും ഉണ്ടാക്കി വിൽക്കുന്നത്. Seemingly all films and TV shows we watch are different, but in fact they follow the same recycled formulas as in other types of consumer goods.
മറ്റുള്ള കൺസ്യൂമർ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന പോലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ഇപ്പോൾ കാറാണെങ്കിൽ തന്നെ പുറമേ കുറച്ച് മോഡിഫിക്കേഷൻ വരും, അകത്തെ എൻജിനും ഒക്കെ ഒരുപോലെ ആയിരിക്കും. അതുപോലെ തന്നെയാണ് പടങ്ങളും ഉണ്ടാക്കുന്നത്. ഫോർമുല ഒക്കെ സെയിം ആയിരിക്കും, പക്ഷേ എൻ്റെ പേരും ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ആക്ടേഴ്സൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ലൈക്ക് കൺസ്യൂമേഴ്സ് ഗുഡ്സ്, ഇറ്റ് ഫീൽസ് ലൈക്ക് ദർ ഈസ് സംതിങ് ഫോർ എവരി വൺ ഹിയർ, ബട്ട് ഇൻ ഫാക്ട് ഇറ്റ് ഈസ് ഓൾ വേരിയേഷൻസ് ഓഫ് ദ സെയിം. ഒറ്റ നോട്ടത്തിൽ എല്ലാ പടങ്ങളും വ്യത്യസ്തമാണെന്ന് തോന്നുന്നുവെങ്കിലും ഇതൊക്കെ സെയിം ആണ്. Now we move on to the next theory, that is the male gaze by Laura Mulvey, whom we have seen already. So let us see what is this male gaze theory. Laura Mulvey is a feminist film theorist from Britain, best known for her essay on visual pleasure and narrative cinema. So അവരുടെ ഒരു essay titled Visual Pleasure and Narrative Cinema. Her theories are influenced by the likes of Sigmund Freud and Jacques Lacan by using their ideologies as political weapons, while also including psychoanalysis and feminism in her works. So she is mostly influenced by psychoanalysts like Sigmund Freud, Jacques Lacan, and also feminism. Mulvey is predominantly known for her theory regarding sexual objectification of women in the media, more commonly known as the male gaze theory. So this is her main theory, where according to her, women are looked at as mere sexual objects, especially in the media. Being one of the most notable film theorists in the world, her ideas and clear proof of misogyny in film opened up the eyes of many, and in 1975 something that people simply accepted was finally questioned. So when she wrote this essay in 1975, suddenly people started looking up and then taking stock of the situation. Till then they had accepted everything without questioning, especially the way women were treated in movies. Although Mulvey's theory has helped identify issues with gender in film, why do we still have the same issues decades later? Though Mulvey had reacted in her theory against objectification or commercialization of women as mere products or as selling products, still we find this trend is going on. There is no kind of ending for this. Why do we still see the same roles for women in film and television regurgitated over and over again? So ഇപ്പോഴും നമ്മൾ കാണുന്നത് ഈ വിമൻസ് റോള് ജസ്റ്റ് ഫോർ സെല്ലിങ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഫോർ ദ സേക്ക് ഓഫ് മെൻസ് പ്ലഷർ, അങ്ങനെ ഇപ്പോഴും സ്ത്രീകളെ മിക്കവാറും നമ്മൾ പടങ്ങളിൽ തന്നെയല്ല പരസ്യങ്ങളിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. Mulvey states that the gender power asymmetry is a controlling force in cinema and constructed for the pleasure of the male viewer, which is deeply rooted in patriarchal ideologies and discourses. So you find that mostly film is controlled by male. The whole industry is male dominated, and being a patriarchal society, definitely they would like to satisfy the needs of the men and not women. This means that the male viewer is the target audience, therefore their needs are met first, and that this problem stems from an old-fashioned male-driven society. So they make films mostly for men, not for women. So they give what men needs. They don't care about the need of the women. Her theory on how women are portrayed in film and the media is just as prevalent today as it was in 1975 when her text was first published. So you don't find much change from 1975 when she actually reacted and wrote against this male dominated tendency in movies.
The male gaze theory, in a nutshell, is where women in the media are viewed from the eyes of a heterosexual man, and that these women are represented as passive objects of male desire. So here the women do not have much role, they become just passive objects which are to be enjoyed or looked by men. Audiences are forced to view women from the point of view of a heterosexual male, even if they are heterosexual women or homosexual men. That means the view of other men, like homosexual men or even heterosexual women, are not taken into consideration. The only view that is taken into consideration is that of heterosexual male. From the feminist perspective, this theory can be viewed in three ways: how men look at women, how women look at themselves, and finally how women look at other women. These are the three ways of looking. Typical examples of the male gaze include medium close-up shots of women from over men's shoulder, shots that pan and fixate on a woman's body, and scenes that frequently occur which show a man actively observing a passive woman. So ഇതൊക്കെയാണ് typical examples of male gaze. Close-up shots of women from over a man's shoulder. That means it is the male who is always looking at women and not the other way around. The male gaze suggests that the female viewer must experience the narrative secondarily by identification with the male. അതായത് primarily the female viewer is not considered. Mostly primarily it is the male viewer. Only secondarily they accept the female viewer. In 1929, Salvador Dali released a film called Oche Adalu, which is an abstract short film that portrays a perfect example of this. So this is a Spanish movie, Oche Adalu. Its meaning is actually an Andalusian dog ആണ് അതിൻ്റെ മീനിങ്. ആൻഡലൂഷ്യ ഒരു പ്ലേസ് നെയിമാണ്. ആൻഡ് ദിസ് ഫിലിം ഈസ് ആക്ച്വലി made by Luis Buñuel, a Spanish filmmaker. So you find a lot of violence is depicted in this movie, and this movie is also known for its series of images which are not related at all. That means there are unrelated scenes, events seemingly unconnected by any rational or narrative explanation. The film shows repeated images of insects, moths and ants, and it was made in the hope of giving a shock to society. So it is a very unrealistic movie which are shots which are not related at all. So we can't make head and tail of this movie, but it depicts very shocking violence in the movie. And in that scene, one scene in the film, a man is found dissecting the iris of a young woman's eye. So it is actually showing a man cutting the iris of a woman's eye, which infers this idea of female sight not being central, and that men are not only the audience but also in control of the action, the camera, the direction, the writing, etc. Therefore, completely running the show, dominating the entirety of the narrative and how it is depicted. So a man cutting the eye of the eyeball of the woman, that shows man doesn't care about the sight of or the look of a woman, because it is man who is supposed to look at woman, and he is in control of the action, camera, direction, everything that pertains to the movie. Not only is the male gaze theory relevant to cinema, but it also correlates with everyday life. The ഫിലിമിൽ മാത്രം നടക്കുന്നതല്ല, നമ്മുടെ സാധാരണ ജീവിതത്തിലും ഈ മെയിൽ ഗേസ് തിയറി ആപ്ലിക്കബിൾ ആണ്. Some theorists have noted that in advertising, objectivation and sexualized portrayals of the female body can be found
even in situations where sex or representations of sex have nothing to do with the product being advertised. So today any product, if it has to sell, there should be a woman without much cloth in that. That is the way advertisement works. Now we come to the last part. It is titled film semiotics or film language. So film semiotics is the study of sign process or semiosis or any form of activity, conduct or any process that involves signs, including the production of meaning as these signs pertain to moving pictures. So this is basically about the language of film. What is the language of film? So the film language actually involves the shot, the music, the meso scene, lighting and the camera angle. All these are included in the film language. And there are two main factors in the language. It is called denotation and connotation. So film communicates meaning denotatively and also connotatively. Let's see what they actually mean. What the audience sees and hears is denotative. നമ്മൾ കാണുന്നത് ഫിലിമിൽ എന്താണ് കാണുന്നത്, അത് സാധാരണ ഡിനോട്ടേറ്റീവ് ആണ്. ഇറ്റ് ഈസ് what it is and they do not have to strive to recognize this. So this denotation നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് അധികം ബുദ്ധിയൊന്നും ഉപയോഗിക്കേണ്ട, നമ്മൾ വെറുതെ കണ്ടിരുന്നാൽ മതി. നമ്മൾ കാണുന്നത് എന്താണോ അതാണ് ഈ denotation. There is nothing beyond what we see there. But at the same time these sounds and images are connotative, and the way the scene is shot is meant to evoke certain feelings from the viewer. അപ്പോൾ ഈ കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ തന്നെ അത് എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ സൗണ്ട്, മ്യൂസിക് ഇതൊക്കെ ചേർക്കുമ്പോൾ അതിന് ഒരു കൊണോട്ടേറ്റീവ് മീനിങ് കൈവരിക്കും. ദാറ്റ് ഈസ് വി ഹാവ് ഗോ ബിയോണ്ട് വാട്ട് വി സീ. So connotation typically involves emotional overtones, objective interpretation, social values and ideological assumptions. അപ്പോൾ ഈ കൊണോട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതല്ല, നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരു പടം കണ്ടിട്ട് അത് എങ്ങനെയാണ് നമ്മളതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻ എങ്ങനെ അത് ബാധിക്കുന്നു. ഇമോഷണൽ ഓവർടോൺ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ പറയാതെ പറയുക എന്ന് പറയും, അതിനാണ് ഓവർടോൺ എന്ന് പറയുന്നത്. According to Christian Metz, the study of connotation brings us closer to the notion of the cinema as an art. So it is connotation that brings us closer to the idea of what is a film or what is an art, film or cinema as an art. Within connotations, paradigmatic connotations exist, which would be a shot that is being compared with its unrealized companions in the paradigm. ഇപ്പോൾ പാരഡിഗ്മാറ്റിക് കൊണോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് നീഡ്സ് സം എക്സ്പ്ലനേഷൻ. ആക്ച്വലി പാരഡിഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജിൽ ഇറ്റ് ഈസ് എവറി ഐറ്റം ഓഫ് ലാംഗ്വേജ് ദാറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് വിത്ത് എവറി അതർ ഐറ്റം വിച്ച് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അപ്പോൾ വാട്ട് ഈസ് നോട്ട് സീൻ ദെയർ, ദാറ്റ് ഈസ് പാരഡിഗ്മാറ്റിക്. ഇപ്പോൾ ഒരു ഷോട്ട് ഒരു ആംഗിളിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അവിടെ കാണിക്കാത്ത ഒരു ഷോട്ട് വരാൻ സാധ്യതയുണ്ട്. ദാറ്റ് മീൻസ് വാട്ട് ഈസ് നോട്ട് ഷോൺ ക്യാൻ ബി ബ്രോട്ട് ടു അവർ മൈൻഡ്. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് പാരഡിഗ്മാറ്റിക്. ഓർ വാട്ട് ഈസ് നോട്ട് ഷോൺ, ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് അൺറിയലൈസ്ഡ് കമ്പാനിയൻസ് ഇൻ ദ പാരഡിഗ്ം. A low angle shot of a rose conveys a sense that the flower is somehow dominant or overpowering because we unconsciously compare it with an overhead shot of a rose, which would diminish its importance. So a rose can be shot at a low angle. That means the rose is having more prominence. So the flower is shown as kind of dominant or overpowering. But when you take a shot
which is overhead from the above, from the top, then the rose becomes very small. That means it is reducing the importance of the rose. So the angle of the camera can really give us meaning. Now, for example, you find in the film Sholay, there is a shot that is Hema Malini, the heroine is lying on the ground and looking at the camera. Actually, the camera angle is from the head of or the shoulder of the villain, that is Amjad Khan. So that shows the dominant villain looking down at Hema Malini, who is lying there helpless. So that is a very powerful language which is shown from the angle of the camera. So we can think of another angle which is actually not shown there. So it is possible. That's the meaning of paradigmatic meaning. But syntagmatic connotation would not compare the rose shot to other potential shots, but compare it with actual shots that precede or follow it. ഇപ്പോൾ സിൻറ്റാഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ സീരീസ് ആയിട്ട് വരുന്നു ഷോട്ടുകൾ. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഷോട്ടിനെ നമ്മൾ പ്രീവിയസ് ആയിട്ട് നമ്മൾ കണ്ടോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഷോട്ടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. അതിനാണ് സിൻറ്റാഗ്മാറ്റിക് കൊണോട്ടേഷൻ എന്ന് പറയുന്നത്. So the meaning adheres to it because it is compared to other shots we actually see. ഇപ്പോൾ ഒരു റോസിൻ്റെ രണ്ടോ മൂന്നോ ഷോട്ട് ഉണ്ടെങ്കിൽ ഈ മൂന്ന് ഷോട്ട് നമ്മൾ കാണുന്നതും കണ്ടു കഴിഞ്ഞതും ഇനി കാണാൻ പോകുന്നു ആയിട്ടുള്ള ഷോട്ടിനെ പറ്റി അത് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സിൻറ്റാഗ്മാറ്റിക് കൊണോട്ടേഷൻ വരുന്നത്. Next, what is narrative? Narrative is generally known as having two components: the story presented and the process of telling it, or the narration. ഇപ്പം നറേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്റ്റോറിയും അതുപോലെ ആ സ്റ്റോറി എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് രണ്ട് കോമ്പോണൻസ് ഉണ്ട്. ഓഫൺ റെഫേർഡ് ടു ആസ് എ നറേറ്റീവ് ഡിസ്കോഴ്സ്. സോ ഹൗ ദ സ്റ്റോറി ഈസ് ടോൾഡ് ഈസ് ആക്ച്വലി നറേറ്റീവ് ഡിസ്കോഴ്സ്. Film narrative theory seeks to uncover the apparently motivated and natural relationship between the signifier and the story world in order to reveal the deeper system of cultural associations and relationships that are expressed through narrative form. So here film narrative shows the relation between the signifier and the story world, and then it is showing the deeper system of cultural associations and relations that are expressed through narrative form. Film uses a combination of dialogue, sounds, visual images, gestures and actions to create the narrative. So these are the different components of film language. We have dialogue, sound, visual image and also gestures. So by using all this, the director is actually trying to narrate the story. Narrators, usually in a voice-over format, are very popular in documentary film and greatly assist in telling the story while accompanying powerful shots. Sometimes we see in what you call documentaries and all that, a person who is telling the story, that is a narrator. But in narrative of movies, we don't see that actually. Very rarely you find narrators talking directly to the audience. Then what is tropes? In tropes there are two things, that is one is metonymy and also metaphor. Let's see what is metonymy. Metonymy refers to the ability of a sign to represent something entirely while literally only being part of it. For example, the Eiffel Tower. So when you see Eiffel Tower, actually it stands for the city of Paris. അപ്പോൾ സിറ്റിയുടെ ഈ പാരീസ് സിറ്റിയുടെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഐഫൽ ടവർ എങ്കിലും ഈ ഐഫൽ ടവറിനെ കാണിച്ചുകൊണ്ട് നമുക്ക് പാരീസിനെ നമുക്ക് മീൻ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ്
metonymy. That means showing a part of it, we mean the whole thing. Film uses metonymies frequently because they rely on the external to reveal the internal. പലപ്പോഴും ഫിലിംസ് ഇങ്ങനെ മെറ്റോണമി നമുക്ക് കാണിച്ചിട്ട് ഇറ്റ് ക്യാൻ ലീഡ് us to something else. Another powerful semiotic tool for filmmaking is the use of metaphor, which are defined as a comparison between two things that are unrelated but share some common characteristics. In one of the movies, there is Eisenstein's movie titled The Strike. You find two shots which are unrelated. First shot is showing laborers shot with guns, that means workers are shot, and in the second shot we see a bull that is being butchered. So the workers being killed and the butchering of or slaughtering of the bulls, that are not related actually, but we know it is symbolic. That means these workers are almost treated like animals. That is the meaning. In film, a pair of consecutive shots is metaphorical when there is an implied comparison of the two shots. For instance, a shot of an airplane followed by a shot of a bird flying would be metaphorical, implying that the airplane is a bird or like a bird. അപ്പോൾ രണ്ട് അൺറിലേറ്റഡ് ആയിട്ടുള്ള ഷോട്ട്സുകൾ ഒരുമിച്ച് കാണിക്കുന്നു, ബട്ട് ദർ വിൽ ബി സം സിമിലാരിറ്റി. കംപ്ലീറ്റ് ഡിസിമിലർ എന്ന് പറയാൻ പറ്റില്ല. സോ ഇപ്പോൾ നമ്മൾ പ്ലെയിനും ബേർഡിനും തമ്മിലുള്ള സിമിലാരിറ്റി നമുക്കറിയാം. ബോത്ത് ക്യാൻ ഫ്ലൈ സെയിം വേ. So with that we come to the end of all the theories. So it's goodbye.